BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കൊച്ചിയുടെ യാത്രാ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതാൻ പോകുന്ന കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതിയുടെ നിർമ്മാണം അതിവേഗ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2027 ജൂണോടെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തുടർന്ന് കമ്മീഷനിംഗ് നടപടികൾ വേഗത്തിലാക്കി 2007 ഓഗസ്റ്റിൽ തന്നെ പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്ന് KMRL ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിദിനം 25 മുതൽ 30 മീറ്റർ വരെ പാത നിർമ്മാണം പൂർത്തിയാക്കുന്നുമുണ്ട്. വരാനിരിക്കുന്ന കാലവർഷം കഴിഞ്ഞ് കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ നിർമ്മാണ വേഗത പ്രതിദിനം 55 മീറ്ററായി വർദ്ധിപ്പിക്കാനാണ് അധികൃതരുടെ പ്ലാൻ. ചുരുങ്ങിയ കാലയളവിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് പദ്ധതി കൈവരിച്ചിരിക്കുന്നത്. മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പൈൽ ക്യാപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ ഫൗണ്ടേഷൻ ജോലികളും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. പാതയ്ക്കായുള്ള പൈലിംഗ് ജോലികളുടെ 85% പൂർത്തിയായപ്പോൾ യു ഗഡറുകൾ ഐ ഗഡറുകളും ഉൾപ്പെടുന്ന ഏകദേശം 3.5 കിലോമീറ്റർ സൂപ്പർ സ്ട്രക്ചർ സ്ഥാപിച്ച് ട്രാക്ക് ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം വിദേശ ധനസഹായത്തിനുള്ള അനുമതികൾ ലഭിക്കാൻ 1.5 വർഷത്തോളം വൈകിയെങ്കിലും ആ സമയം അത്രയും ഡിസൈൻ പ്രവർത്തനങ്ങളുമായി KMRL മുന്നോട്ട് പോയതാണ് ഇപ്പോൾ നിർമ്മാണം വേഗത്തിലാക്കാൻ തുണയായത്. നിരവധി എഞ്ചിനീയറിംഗ് വെല്ലുവിളികളും പ്രതിസന്ധികളും മറികടന്നാണ് മെട്രോ പാത യാഥാർത്ഥ്യമാകുന്നത്. പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പടമുകൾ വരെയുള്ള ഭാഗത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പൈപ്പ് ലൈൻ വൻ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരി 1 ഇത് വിജയകരമായി മാറ്റിസ്ഥാപിച്ച ശേഷമാണ് ഈ ഭാഗത്തെ തൂൺ നിർമ്മാണം വേഗത്തിലാക്കിയത്. ഇതുകൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പുകളും KSEBയുടെ ഉയർന്ന ശേഷിയുള്ള പവർ ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്ന ജോലികളും അവസാന ഘട്ടത്തിലാണ്. JLN സ്റ്റേഡിയം മുതൽ പാലാരിവട്ടം വരെയുള്ള ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടതി കേസുകളും തർക്കങ്ങളും പരിഹരിച്ച് ഇപ്പോൾ പൈലിംഗ് ജോലികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.